ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോര ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുടവയറന്മാരുടെ കുടവയർ മത്സരത്തെക്കുറിച്ചാണ്. വളരെ വ്യത്യസ്തമായ കുടവയർ മത്സരം ആദ്യമായി കാണുവാൻ അവസരമൊരുക്കിയത് ഉഴവൂരിലെ 2020 ക്ലബ്ബാണ്. അപ്പോൾ നമുക്ക് കുടവയറന്മാരുടെ മത്സരത്തിലെ രസകരമായ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. നമ്മളുടെ പ്രിയങ്കരനായ സന്തോഷ് കുടുക്കപ്പാറയിലൊക്കെ കടന്നു വരുന്നുണ്ട്. നമ്മളുടെ സിനിമാ നടൻ കൂടിയായ തങ്കച്ചൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൈയടിച്ച് സീറ്റ്. തങ്കച്ചൻ ചേട്ടനെ കാണുന്നില്ല, മുന്നോട്ട് കയറിയിരിക്കും. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സിനിമയിലെ വില്ലനായിരുന്നു നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ. ഈ വയറിനെ ഞാൻ തീറ്റിപ്പോറ്റിക്കൊണ്ട് വരുന്ന കാര്യം ഓർത്താൽ എന്റെ പൊട്ടു സഹോദരങ്ങളെ നെഗറ്റീവ് വശങ്ങളൊക്കെ ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഒരിക്കലും ഒരു നെഗറ്റീവ് വശങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണ് ശരീരത്തിൽ. കാരണം കംപ്ലീറ്റ് നമ്മുടെ പുരാണത്തിലും ചരിത്രത്തിലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചക്രവർത്തിമാരും കുടവേർധാരികളായിരുന്നു. അപ്പോൾ എല്ലാവരും അവർക്കൊരു വിജയാശം ചേർന്നുകൊണ്ട് നമ്മളെ പ്രിയ പ്രേക്ഷകരെ കൈയടിച്ച് സ്വീകരിക്കും. വളരെ മനോഹരമായ ഒരു നിമിഷത്തിൽ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കും. കടപ്പളാമറ്റ സ്വദേശിയാണ്. ആദ്യകാല വടമലി താരം കൂടിയായ ഷിബു വളരെ മനോഹരമായ ബോഡി ലാംഗ്വേജിൽ ഇതാ വേദിയിൽ എത്തിയിരിക്കുന്ന കാണികൾ കൈയടിച്ച് സ്വീകരിക്കും. ഇപ്പോൾ വേദിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ചെസ് നമ്പർ 101 52.5 ഇഞ്ച് സൈസുള്ള വയറുമായി ഇപ്പോൾ വേദിയിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ചെസ് നമ്പർ 101 ഷാജു കളരിക്കലാണ് അടുത്തത്. ഇതാ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. കാണികൾ കൈയടിച്ച് സ്വീകരിക്കും. 44 ഇഞ്ച് വയറുമായി ഇതാ ഷാജു കളരിക്കൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചു കൊടുക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേദി അദ്ദേഹം അലങ്കരിച്ചിരിക്കുന്നു. വയറിനെ പറ്റി വിശദമായിട്ട് പ്രതിപാദിക്കാൻ ജഡ്ജസ് അനുവദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വേദിയിൽ ഈ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ജഡ്ജസ് സൂചിപ്പിച്ചേക്കുന്നത് 1 മിനിറ്റ് കൊണ്ട് 1 മിനിറ്റിൽ കുറയാൻ കൂടുതൽ ടൈം എടുക്കുമ്പോൾ സ്വന്തം വയറിനെ പറ്റി. എല്ലാവർക്കും നമസ്കാരം. എന്റെ ഈ വയറ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കൈയടിക്കാവോ? ഇതാണ് എന്റെ പ്രോത്സാഹനം എന്ന് പറയുന്നത്. എന്റെ വയറിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം നിങ്ങളുടെ കയ്യടിയാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ ഈ പ്രകടനമാണ്. ഈ വയറ് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി ഈ ഉഴവൂർ പഞ്ചായത്തിൽ നിന്ന് ആദ്യം കിട്ടുന്നു എന്ന് അറിയുമ്പോൾ അതുതന്നെ എനിക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്.
എന്തായാലും 2020 ഒരു മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് ഈ വയറിനെ പ്രദർശിക്കുമ്പോൾ വയറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഈ വയറിനെ ഞാൻ തീറ്റിപ്പോറ്റിക്കൊണ്ട് വരുന്ന കാര്യം ഓർത്താൽ എൻ്റെ പൊട്ടു സഹോദരങ്ങളെ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ വയറ് കണ്ട് നിങ്ങൾക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ വയറുകൊണ്ട്. കാരണം ഈ വയറുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകും. അല്ലേ സുധിചേച്ചിക്ക് അറിയാതെ കൃത്യമായിട്ട്. കാരണം ഇപ്പം തന്നെ ഇവിടെ വയറിനെ വളരെ മോശമായ രീതിയിൽ ആരോ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ഡോക്ടറോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പോയത്. പക്ഷേ ഈ വയറുകൊണ്ട് വളരെ പ്രഗത്ഭന്മാരായ ആളുകൾക്ക് വയറുകൊണ്ടാണ് നേട്ടങ്ങൾ ഉണ്ടായി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വയറിനെ നിങ്ങൾ നിന്ദിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കും ഉണ്ട് വയറുകൾ, പക്ഷേ ഇത്രയും ഭംഗിയുള്ള വയറുകൾ കാണത്തില്ലായിരിക്കാം. പക്ഷേ എന്നാലും വയറുകളുണ്ട്. ഈ വയറുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വയറിനെ ആരും പരിഹസിക്കരുത്. ഞങ്ങൾ വയറന്മാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വയറിനെ നിന്ദിച്ചുകൊണ്ട് നിങ്ങൾ പോകുവാൻ ഒരിക്കലും തയ്യാറാകരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും ഈ വയറ് എനിക്കൊരു പ്രചോദനം നൽകി. എന്തായാലും ആദ്യമായി ഈ ഉഴവൂർ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ച ഈ സംഘടനയ്ക്കും ഈ പ്രസ്ഥാനത്തിനുമെല്ലാം എല്ലാവിധ ആശീർവാദങ്ങളും ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഇപ്പോൾ ഇവിടെ 2 റൗണ്ട് പെർഫോമൻസ് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ടിനെ പറ്റി സൂചിപ്പിക്കും. സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരന്മാരെ, അതായത് എൻ്റെ വയറിനെ പറ്റി പറഞ്ഞാൽ ഒരു ചെറിയ കഥയുണ്ട്. അതായത് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ 15 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെ എൻ്റെ വയറിന് 7 ഒടുവായിരുന്നു. അത് ആലിൻ്റെ പോലെ ഇരിക്കുന്ന ഒടുവ്. അത് കഴിഞ്ഞ് 35 കഴിഞ്ഞത് ഞാൻ ഒന്ന് പുറത്ത് പോയി തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യ അടിപൊളി പൊക്കാം, അതിലും കുക്കാം. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഉള്ളി അരിഞ്ഞിട്ടാടി, ഞാൻ ഒന്ന് കുക്ക് ചെയ്യാം. അവിടെ സവോള അരിയും, ഞാൻ മൂപ്പിക്കും, ഉള്ളി അരിഞ്ഞ് മൂപ്പിക്കും, ഞാൻ ഒന്ന് വീശും, ഉള്ളി അരിയും മൂപ്പിക്കും, ഒന്ന് കഴിക്കും. അങ്ങനെ കഴിച്ച് അങ്ങനെ ഇങ്ങനെ ഹലോ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അധികം അറിയത്തില്ല. പക്ഷേ എങ്കിലും എൻ്റെ വയറിൻ്റെ ഗുണവും ദോഷവുമായ ഒരു 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാം. ഞാൻ പഠിക്കുമ്പോൾ മഹാബലി ഓണം വരുമ്പോൾ അമ്മ ആദ്യമായി ഉടുപ്പിച്ചിരുന്നത് ഓണത്തിനാണ്. അപ്പം മഹാബലി കുടവേറിനായതുകൊണ്ട് എനിക്ക് വയറ് വേണമെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ ഈ വയറ് വെക്കാൻ വേണ്ടി ചെറുപ്പം തൊട്ടേ കണ്ണ് കുടിച്ച് വയറുണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ വയറ് നിൽക്കും. പിന്നെ എന്നെ അവിടെ അറിയപ്പെടുന്ന വയറ് സന്തോഷം അറിയപ്പെടുന്നത്. സന്തോഷങ്ങൾ ഒത്തിരി ഉണ്ട്. 3 സന്തോഷം, തൊട്ടക്കാൾ സന്തോഷം, 8 സന്തോഷങ്ങളുണ്ട്. വയറ് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 ഗുണങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ ഈ ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത്, കല്യാണം കഴിച്ചപ്പോൾ ഈ വയറ് ഒരധികമാണോ എന്ന് എനിക്ക് തോന്നി. രണ്ടാമത് എൻ്റെ വീട്ടിൽ സാധാരണ ഒരു കക്കൂസായിരുന്നു. പിന്നെ ആ ക്ലോസറ്റ് വെക്കാൻ വേണ്ടി, യൂറോപ്യൻ ക്ലോസറ്റ് വെക്കാൻ വേണ്ടി 15,000 മുടക്കിയപ്പോൾ അതും എനിക്ക് ദോഷമാണെന്ന് തോന്നി. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 2020 കേൾപ്പോൾ ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിച്ചിട്ടായിരുന്നെങ്കിൽ ഈ വയറിനെ പറ്റി ഞാനല്ലാതെ എന്താ പറയേണ്ടത്. അതുകൊണ്ട് ഈ 2020 ഈ ഗൾഫിൻ്റെ അധികൃതർക്ക് ഇങ്ങനെ ഈ വയറിന് പുറകെ വെച്ചതിന് എനിക്ക് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എൻ്റെ വയറിന് ഇങ്ങനെ ഒരു ശൈലി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മത്സരം സംഘടിപ്പിക്കുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു മത്സരം സംഘടിപ്പിച്ച 2020 ക്ലബിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതും കേൾക്കുന്നതും. നേരത്തെ എനിക്ക് വയറൊട്ടുമില്ലായിരുന്നു. ഞാനൊരു വോളിബോൾ പ്ലെയറായിരുന്നു. അതിനുശേഷമാണ് എനിക്കിങ്ങനെ വയറ് വന്നത്. പണ്ട് കണ്ടിരുന്നവരൊക്കെ പറയും, ഇപ്പോൾ നിന്നേക്ക് എന്തൊരു വയറാണ്, കുറച്ചുകൂടെ എന്ന്. ഒരു കുടവയറിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛവും പരിഹാസവും. പക്ഷേ നമ്മൾക്കൊക്കെ അറിയാം, പൊന്നിൻ ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ നമ്മളെ കാണാനെത്തുന്ന മാവേലി തമ്പുരാൻ്റെ ചിത്രം. ആ മാവേലി തമ്പുരാന് നല്ല കുടവയറുണ്ടായിരുന്നു. ഒരു കുടവയറില്ലാത്ത, വയറില്ലാത്ത ഒരു മാവേലിയെ നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല. അതുപോലെ തന്നെ നാളെ കഴിഞ്ഞ് ഡിസംബർ 21 നമ്മുടെ മുന്നിൽ
ക്രിസ്മസിന്റെ സന്ദേശമായി എത്തുന്ന സാന്താക്ലോസ് അപ്പൂപ്പൻ അദ്ദേഹത്തിന് നല്ല വയറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുത്തോടുകൂടി എനിക്കെൻ്റെ വയറിനെ കുറിച്ച് അഭിമാനം തോന്നുന്നു. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ മൈക്കിലായി കൈകൊണ്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ കാരണക്കാരെന്ന് പറഞ്ഞാൽ അനിയും സന്തോഷമാണ് ഞാൻ ഈ സ്റ്റേജിൽ കയറാൻ തന്നെ കാരണം. എനിക്ക് പ്രത്യേകിച്ച് പ്രസംഗിക്കാനൊന്നും അറിയുന്നില്ല കേട്ടോ. ഈ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കയറുകയില്ല. കാര്യം പറയാമോ, വയറ് കാണിച്ച് കഴിഞ്ഞാൽ പലഹാരം തരാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വന്നതാണ്. അത് പലഹാരവുമില്ല. ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ ഒരു വ്യത്യസ്തമായ പരിപാടി അവതരിക്കാൻ പറ്റിയ ഞങ്ങളെപ്പോലെയുള്ള കുടവരന്മാർക്ക് ഒരു പ്രോത്സാഹനമായി. എനിക്ക് കാര്യം ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുടവയർ മത്സരത്തിലെ രസകരമായ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്